ഹായ് മൈ ഡിയർ ഫാമിലി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമില്ലേ? ഞാനെന്താ ഈ പച്ചമുളകിൻ്റെ അടുത്തേക്ക് ഇന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടായിരിക്കും, ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാനാണ്. നമുക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ വയറ് നിറയെ ചോറ് തിന്നാൻ മറ്റൊരു കറിയുടെ ആവശ്യവുമില്ല. ഞാനിപ്പോൾ നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അന്നൊരു 5 മുളക് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കുഞ്ഞുള്ളിയാണ്, അതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞുള്ളിയെല്ലാം തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ടൊന്ന് എടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ കറി. നല്ല ചോറിനും ബിരിയാണിക്കും ഒക്കെ നമുക്കിത് കഴിക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളിയെല്ലാം ഞാനൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളകും എല്ലാം കൂടി ചേർത്തൊന്ന് കഴുകി വൃത്തിയായിട്ട് എടുക്കാം. അങ്ങനെ അതെല്ലാം കഴുകിയെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഈ മുളക് ഒന്ന് കീറിയെടുക്കാം. ഞാൻ 4ആയിട്ട് അതൊന്ന് കീറിയെടുക്കുന്നുണ്ട്. എരി അധികം വേണ്ട എന്നുള്ളവർക്ക് ആ പച്ചമുളകിൻ്റെ അകത്തെ അരിയില്ലേ, അതൊന്ന് കളഞ്ഞിട്ടെടുക്കാം കേട്ടോ. ഞാൻ തൽക്കാലം കളയുന്നില്ല. അരിയുമ്പോൾ തന്നെ കൈ നന്നായിട്ട് നീറുന്നുണ്ട്, അത്രയ്ക്ക് എരിയുണ്ട് ഈ മുളകിന്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞുള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരുപാട് ചെറുതാക്കണ്ട, ഒരു കുഞ്ഞുള്ളി 4 ആക്കി അരിഞ്ഞെടുക്കാം. അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് നമ്മുടെ ബജി മുളകില്ലേ, അത് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ അതിലോട്ട് ഒഴിക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കാം. ആ കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ കുഞ്ഞുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ വഴറ്റണ കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് കൂടി ഇടണം കേട്ടോ. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ പച്ചമുളക് കൂടി ആഡ് ചെയ്യാം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്നൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ടു. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് അടച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു കുഞ്ഞു വലിപ്പത്തിന് നമ്മുടെ പുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിട്ട പൊടികളെല്ലാം ചേർത്ത് ഞാൻ ഉള്ളിയും മുളകും കൂടെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ പൊടിയുടെ എല്ലാം പച്ചമണം മാറാൻ വേണ്ടിയിട്ട്. ശേഷം അതിലേക്ക് നമ്മുടെ പുളി പിഴിഞ്ഞ് വെച്ച വെള്ളവും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ആ പുളിവെള്ളത്തിൽ ഇരുന്ന അരപ്പും ഉള്ളിയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. ഓൾറെഡി നമ്മുടെ ഉള്ളിയും മുളകൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ പുളിയും കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വച്ചേക്കുന്നത്. ഇനി നമുക്കൊന്ന് മൂടിയും കൂടെ കൊടുക്കണം കേട്ടോ. ശേഷം ഞാനൊത്തിരി കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ചൂടാവാൻ വയ്ക്കാം. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടുവാണ് കേട്ടോ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്.
ചോറിൻ്റെ കൂടെ മറ്റൊരു കറിയും വേണ്ട, നമുക്ക് ഇത് തന്നെ വെച്ച് നന്നായിട്ട് ചോറ് കഴിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എരിവ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അകത്തെ അരി ഒന്ന് എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്